ഇന്ത്യ തകർക്കുകയാണ്. അതിൽ ഒരു പടി കൂടെ മുകളിൽ പോയാൽ ഇന്ത്യ പൊളിച്ചടുക്കുകയാണ്. ഒരുപക്ഷെ UPA സർക്കാരാണ് ഭരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയില്ല. 2014 ശേഷം ഇന്ത്യയെ ലോകരാജ്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ രാജ്യങ്ങൾ മുഴുവൻ ഹോർമൂസിലേക്ക് പോവുകയാണ്. ഒപ്പം ഇന്ത്യയെ കൂടി വിളിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ കലി മൂക്കുന്നത് ട്രംപിനാണ്. ട്രംപ് വീഴുവോ, ഇന്ത്യ വാഴുമോ? അല്ല, കലിമുക്കുന്ന ട്രംപിനാണെന്ന് പറഞ്ഞാൽ ട്രംപ് വീണു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ചില ട്രംപിൻ്റെ ആൾക്കാർ പറയും എങ്ങനെ വീണു, അതെന്ത്, ട്രംപ് ജിയോ പൊളിറ്റിക്സിൽ അപ്രസക്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പോൾ എത്രയും പറയുമ്പം ഇറാൻ്റെ യുദ്ധതന്ത്രം എന്താ? ഇറാൻ ഇസ്രായേലിനോടോ അമേരിക്കയോടോ ആയുധബലം കൊണ്ടും ടെക്നോളജി കൊണ്ടും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം പയറ്റിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ഡോളർ തകർന്ന് തരിപ്പണമായി. നട്ടെല്ലാണ് ഈ പറയുന്ന അമേരിക്കയുടെ സാമ്പത്തികമായിട്ട് വരാൻ പോകുന്ന പ്രശ്നം. അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, ലോകത്തുടനീളം ഉള്ള ഊർജ പ്രതിസന്ധിക്ക് കാരണം ട്രംപ് ആവുകയാണ്. അതാണ് ഹോർമൂസ് കടലിടുക്കിൽ എത്ര വന്നിണക്കുകയും എത്ര ശ്രമിച്ചിണക്കുകയും അതിൻ്റെ നിയന്ത്രണം ലക്ഷ്യം വെച്ച് വന്ന ട്രംപിന് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. മാത്രവുമല്ല, ഹോർമൂസ് കടലിടുക്ക് വെച്ചിട്ട് ലോകത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇറാൻ എന്ന് വേണം കരുതാൻ. കാരണം അതുവഴി ഉള്ള നമ്മൾ പലപ്പോഴും യുദ്ധത്തിന് മുമ്പും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷവും ഒക്കെ ലോകത്തെ അറിയാവുന്ന അല്ലെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്സ് അറിയാവുന്ന ലോക സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവരൊക്കെ പറഞ്ഞു, ഇന്ന് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ പോവുകയാണ്. അതിലേക്കൂടെ ഉള്ള ഈ കപ്പൽ ഗതാഗതം, അതിലേക്കൂടെയുള്ള ചരക്ക് നീക്കം ഏതാണ്ട് 50%, 28% ലോകത്തിൻ്റെത്. അല്ലാതെ നമ്മുടെ വരുമ്പോൾ 50% വരും. നമ്മൾ പോലും പ്രതിസന്ധിയിലായി. നമുക്ക് ഒരുപക്ഷെ വേണ്ട വിധത്തിൽ 75 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ക്രൂഡ് ഓയിലിനുണ്ടെന്ന് പറയുമ്പോൾ ഗ്യാസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമായില്ലേ? GCC രാജ്യങ്ങളിൽ വന്ന ആക്രമണം നമുക്ക് ഗ്യാസ് തന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നമുക്ക് ഗ്യാസ് തരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. നമുക്ക് ഗ്യാസ് കരുതൽ ശേഖരം ഉണ്ടെങ്കിൽ പോലും ആ കരുതൽ ശേഖരത്തെ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നില്ലേ? കരുതൽ ശേഖരത്തിന് അകത്ത് കരുതൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം ഗ്യാസ് വരുന്നതിനകത്ത് ഉറപ്പില്ല. നമ്മൾ പലരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇല്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഗ്യാസിൻ്റെ കാര്യം സംസാരിച്ചു അത് മറികടക്കുമായിരിക്കും. അപ്പോഴാണ് ലോകത്താരും ഉദ്ദേശിക്കാത്ത ജിയോ പൊളിറ്റിക്സിനകത്ത് വരുന്ന വ്യത്യാസം. നമ്മൾ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും ധന്യയ്ക്കും ലോകത്തിനും പോലും മനസ്സിലാവുന്നില്ല. കാരണം യുദ്ധം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഹമാസിനെ തീർക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഇറാൻ. ഇതെന്തൊരു പൊളിറ്റിക്സാണ്, എന്തൊരു നയതന്ത്രമാണ് ഇതിനകത്ത് എന്തുകൊണ്ടാണ് വിചാരിക്കുക? ഇന്നലെ ഈ പറഞ്ഞ ട്രംപ് ലോകത്തോട് വിളിച്ചു പറയാം, ചൈനയോട് കെഞ്ചിയില്ലേ, ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം, എല്ലാവരും എനിക്ക് വേണ്ടി സഹായം തരണം. അവിടെ തുടങ്ങുന്നതിന് ഫ്രാൻസിൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കുന്നു, ഒക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നു. ഇവരാരും ആ പ്രസ്താവനയ്ക്ക് പോലും വില കൊടുക്കുകയോ അതിനകത്ത് ബന്ധപ്പെടാൻ താല്പര്യപ്പെടുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ട്രംപ് പറഞ്ഞു ഞാൻ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ആവർത്തിക്കുമ്പോൾ ഇറാൻ പറയുന്ന അതിലേക്കൂടെ ട്രംപിൻ്റെതാണെന്ന് പറഞ്ഞൊരു ഈച്ച പോയാൽ ഞങ്ങൾ കാച്ചും. അവിടുത്തെ കപ്പൽ ആരുടേതാണ് കപ്പൽ പോകേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും ഇസ്രായേലിൻ്റെയും പതാക ഏന്തിയ അവരുമായിട്ട് ബന്ധമുള്ള കപ്പലുകൾ പോകണ്ട, അവിടെ നിയന്ത്രണത്തിലാണ്. അല്ലാത്ത കപ്പൽ ഇപ്പം ഇന്ത്യയുടെ കപ്പൽ വിടും. ഇന്ത്യ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇന്ത്യയുടെ ഞങ്ങൾക്ക് താല്പര്യമാണ്, ഇന്ത്യയുടെ കൂടാണ് ഞങ്ങൾ. നമ്മുടെ 2 ഗ്യാസിൻ്റെ കപ്പൽ വിട്ടു. ഏതാണ്ട് 28ഓളം കപ്പൽ അവിടെ ഹോൾഡായി കിടന്നിരിക്കുന്നത് മൊത്തവും ഇന്ത്യയുടേത് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ചൈനയുടെ മാത്രമേ ഉള്ളൂ വിടുന്നത്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഒരു നീക്കത്തിൽ ലോകം ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയോട് ഇനി ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ കപ്പലിന് കൂടി നീക്കുപോക്ക് ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിലേക്ക് ചർച്ച, വേറെ വല്ലാത്തൊരു നീക്കം നടക്കുന്നുണ്ട്. കാരണം ലോകത്തെ എല്ലാം ഞാൻ രക്ഷിച്ചോളാം, ലോകത്തിൻ്റെ എല്ലാം രാജാവ് ഞാനാണ്, ലോകത്ത് ഞങ്ങളിൽ കഴിഞ്ഞുള്ള ആയുധവും പ്രതിരോധവും സംവിധാനവും മറ്റതും പണവും ആധിപത്യവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കെയർ ഓഫിൽ ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ആ സൈനിക കേന്ദ്രങ്ങളാണ് ECC രാജ്യങ്ങളെ നിങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങൾ പോയാൽ നിങ്ങളുടെ കാര്യം തീർന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാനോ
എന്ന് പറയുന്ന രാജ്യം നിങ്ങളെ പലവട്ടം ഷിയ സുന്നി വിഷയം വെച്ച് ആക്രമിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് നാളെ കാലത്തും ഇയാളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകത്തില്ലേ? ഇറാൻ അത്തരത്തിലുള്ള രാജ്യമല്ലേ എന്ന് കണ്ട് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ GCC രാജ്യങ്ങൾക്കിടയിൽ അവരുടെ സംരക്ഷണം എന്ന രീതിയിൽ നിന്നു കൊടുത്തിരുന്ന ഈ അമേരിക്കയും ട്രംപും ഒരുപക്ഷെ അവിടുത്തെ എന്തൊരു വലിയ തുകയാണെന്നറിയോ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ കാശ് എല്ലാ രാജ്യം കൊടുക്കണം. അതിന് തിരിച്ച് സുരക്ഷ ആ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ ചെലവുകളെല്ലാം വഹിക്കണം. അതെല്ലാം മറികടന്ന് എന്നിട്ട് അവിടുത്തെ എണ്ണ കമ്പനികൾ മൊത്തവും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ആരാംകോ പോലുള്ള കമ്പനികളിലാണല്ലോ. അതായത് യഥാർത്ഥത്തിൽ അവിടുന്ന് വരുന്ന എണ്ണയുടെ വലിയൊരു വിഭാഗവും നിയന്ത്രിക്കുന്നതും അത് ലോകകമ്പോളത്തിൽ കൈകാര്യം ചെയ്യുന്നതും അതിനകത്ത് ഈ പറയുന്ന പെട്രോ ഡോളർ രീതിയിൽ അതിനെ നിയന്ത്രിക്കുന്നത് എല്ലാം അമേരിക്കയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ വലിയ സൗദി പോലുള്ള രാജ്യത്ത് പോലും ഇപ്പോൾ കുറേ ഇളവ് വരുന്നതിന് മുമ്പ് സ്ട്രിക്റ്റായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആരാംകോയുടെ ഒരു ഏരിയക്കകത്ത് അവർ നിക്കറിടാതെ നടക്കുന്നത് പറഞ്ഞാൽ അവിടെ പർദ്ദ പുതച്ച് നടക്കുന്ന സമയത്ത് അവർ മുട്ടിന് മേലുള്ള സായിപ്പന്മാരുടെ നിക്കറും അതിനകത്ത് മദ്യവും അതിനകത്ത് അവരുടെ സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലോകം GCC രാജ്യങ്ങൾക്കകത്ത് അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ സൃഷ്ടിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന ഒരു അമേരിക്ക, ആ അമേരിക്ക ഇപ്പോൾ അവിശ്വസിച്ചു തുടങ്ങി GCC രാജ്യങ്ങൾ. അതായത് അമേരിക്കയ്ക്ക് പ്രതിരോധ സംവിധാനം അവരുടെ ഉപയോഗിച്ചിട്ട് അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതായത് അമേരിക്ക ഒന്നുമല്ല. ഈ സ്ഥാനത്താണ് ഇന്ത്യ. ഈ അവസരത്തിൽ എല്ലാം കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. GCC രാജ്യങ്ങൾ ക്യൂവിലാണ് ഇന്ത്യയിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നതാണ് നമുക്കറിയാൻ പറ്റുന്ന ഒരു വിവരം. കാരണം ഒരുപക്ഷെ ഈ യുദ്ധം തീർന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സംരക്ഷകനാകാൻ ഞങ്ങൾക്ക് അമേരിക്കയെ വിട്ടിട്ട് പോലും ഈ പറയുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ആയുധങ്ങളൊക്കെ അമേരിക്കയെ മറികടന്ന് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നതാണ്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ശക്തമാണ്. അത് വ്യക്തത വരുത്തി ലോകത്തിന് കണ്ടതാണ്. ആ പറയുന്ന പോലെ നിസ്സാരക്കാരനല്ലല്ലോ ചൈന. ഇപ്പം ഇറാനെ നിയന്ത്രിക്കുന്ന ചൈനയല്ലേ. ആ ചൈനയ്ക്ക് ഇസ്രായേലിനെ തന്ത്രപ്രധാനമായ മേഖലയിൽ അടിക്കാൻ പറ്റുന്നു. അമേരിക്കയുടെ കപ്പലിൽ അടിക്കാൻ പറ്റുന്നു. അമേരിക്ക സംരക്ഷണം കൊടുക്കുന്ന GCC രാജ്യങ്ങളിൽ അടിക്കാൻ പറ്റുന്നു. അമേരിക്കയുടെ തിട്ടൂരങ്ങൾ ഒന്നും നടത്താൻ പറ്റാതെ വരുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് ചൈനയാണ്. ആ ചൈന ചരട് വലിച്ച പാകിസ്ഥാനെ നമ്മൾ നിലംപരിശാക്കിയില്ലേ? അവരുടെ സാറ്റലൈറ്റ് സംവിധാനം അന്നും ഈ പറയുന്ന പാകിസ്ഥാന് കൊടുത്തതായിട്ട് നമ്മൾ കേട്ടില്ലേ? അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ നമ്മൾക്കെതിരെ ഉപയോഗിച്ചില്ലേ? അതുപോലെ തുർക്കിയുടെ ഡ്രോൺ, ലോകത്ത് ഫ്രാൻസ് പോലെയുള്ള വലിയ രാജ്യങ്ങൾ, അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പോലും വിറപ്പിച്ച തുർക്കിയുടെ ഡ്രോണുകൾ നമ്മുടെ മുമ്പിൽ വന്ന് ഒരു ഡ്രോണ് പോലും നമ്മൾ വിചാരിക്കുന്നതിന് ഇപ്പുറം കടക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ ഡ്രോണുകളൊക്കെ ജാം ചെയ്ത് നമ്മൾ പിടിച്ചു. ബ്രഹ്മോസിനെ വെല്ലുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ J-15 ആണെന്ന് തോന്നുന്ന മിസൈലാണെന്ന് തോന്നുന്നു. ആ മിസൈൽ നമ്മൾ ജാം ചെയ്ത് പിടിച്ചു. അപ്പം ഈ പറയുന്ന ടെക്നോളജി, അവരുടെ പ്രതിരോധ സംവിധാനം, ചൈനയുടെ പ്രതിരോധ സംവിധാനം ഒന്നും അല്ലെന്ന് ചൈനയെ കൊണ്ട് തന്നെ പാകിസ്ഥാനടുത്ത് പറയിക്കുന്ന, യുദ്ധത്തിന് ശേഷം പറയിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി. പിന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഒക്കുമോ എന്ന് യുദ്ധത്തിന് ശേഷം ഈ F-35 വെച്ചിട്ട് കടന്നു കയറാൻ ശ്രമിച്ച, അല്ലെ ഫ്രാൻസിന്റെ അടുത്ത് ബ്രിട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കപ്പലിൽ നിന്ന് പറന്ന് ഇങ്ങോട്ട് വന്ന വിമാനത്തെ നമ്മൾ ജാം ചെയ്ത് പിടിച്ചില്ലേ? അത് വലിയ ചർച്ചയായി. നമ്മളിവിടെ കിടത്തി ഇരുത്തി അവനെ അവസാനം പൊളിച്ചോണ്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇത് ലോകത്തിനകത്ത് ഇപ്പം ഇതിനകത്ത് നമ്മളെ ആശ്രയിച്ചാൽ അമേരിക്കയുടെ ആയുധങ്ങളോ അല്ലെങ്കിൽ ആ സംവിധാനങ്ങളോ പോലും സുരക്ഷിതമല്ല. ഇന്ത്യയുടെ സംവിധാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളുമാണ് സുരക്ഷിതം എന്നുള്ള രീതിയിലേക്കും ഒരു പൊളിറ്റിക്സ് പോകുന്നുണ്ട്. GCC രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ഈ നമ്മുടെ യുദ്ധത്തിന് ശേഷവും നമ്മൾ ലോക നിലവാരത്തിലെത്തുന്നു. ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും ഇറാനെ അടിക്കുമ്പോഴും നമ്മൾ ലോകത്തെ ചർച്ചയാവുന്നു, ലോക നിലവാരത്തിലെത്തുന്നു. എല്ലാവരെയും ജയിച്ച് ഇന്ത്യയുടെ തിട്ടൂരങ്ങൾ പാസ്സാവുന്ന ഒരു ജിയോ പൊളിറ്റിക്സ്. നമ്മുടെ കപ്പൽ മാത്രം ഈ പറയുന്ന ഹോർമുസിൽ കൂടെ പോകുന്നു. പിന്നെ ചൈനയുടേത് പോകുന്നു. നമ്മൾ പരസ്യമായിട്ട് സർക്കാർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. നമ്മൾ ഇറാന് കൊടുത്തിട്ടില്ല. എന്നാലും ധോരണം ചെയ്യുമ്പോൾ ഇസ്രായേലിനാണ് കൊടുത്തത്. അതിന് മുമ്പ് അവിടെ ചെന്നു. ഇറാനിൻ്റെ അകത്ത് ഹമാസ് അവരുടെ പ്രോക്സികളെ നമ്മൾ തള്ളിയാണ് പറഞ്ഞത്. എന്നിട്ട് പോലും ലോകത്താരെയും വെല്ലുവിളിക്കുന്ന 5 കൊല്ലം വരെ, ഇന്നത്തെ പ്രസ്താവന 5 കൊല്ലം വരെ യുദ്ധം ചെയ്യാൻ വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഇറാൻ മര്യാദയ്ക്ക് നിൽക്കുന്നു. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ട് യുദ്ധം പോലും ഉള്ളൂ. അല്ലെങ്കിൽ ആ യുദ്ധത്തിനിടയ്ക്ക് പോലും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാത്ത, ലോകത്തെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാത്ത രാജ്യം ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. ലോകം ആശ്ചര്യത്തോടു കൂടി ഇന്ത്യയിലേക്ക് വരുന്നു. ഞങ്ങളെയും കൂടി രക്ഷിക്കൂ, ഞങ്ങളുടെ കപ്പൽ കൂടി കടത്തിവിടൂ. ഇന്ത്യ വിചാരിച്ചാൽ എന്തും നടക്കും. അത് അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ വിശ്വസ്തൻ അല്ലെങ്കിൽ ട്രംപിന്റെ ആൾക്കാർ പറയുന്നു, ഈ യുദ്ധം നിർത്താൻ ഇന്ത്യക്കേ കഴിയത്തുള്ളൂ, ഇടപെടാൻ ഇന്ത്യക്കേ കഴിയുള്ളൂ. ഇന്ത്യ തന്നെയാണ് ശക്തി. അത് ഇന്ത്യ ലോകത്തെ നമ്പർ 1 ശക്തിയായിട്ട് പറയാതെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.